नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत है. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജനമാണ് പഠിക്കാൻ പോകുന്നത്. കാൽവിഭാജനം എന്ന് പറയുമ്പോൾ ഒരുപാട് വിദ്വാൻമാർ ഹിന്ദി സാഹിത്യത്തെ കാൽവിഭാജനം ചെയ്തിട്ടുണ്ട്. എങ്കിലും സർവപ്രഥം ആദ്യമായിട്ട് ചെയ്തത് ജോർജ് എബ്രഹാം ഗ്രിയർസനാണ്. പ്രത്യേകം പഠിച്ചു വെക്കുക. പിന്നെ മിശ്രബന്ധു ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മിശ്രബന്ധുവിൻ്റെ കാൽവിഭാജനമാണ്. മിശ്രബന്ധു എന്ന് പറയുമ്പോൾ അതിൽ 3 പേരടങ്ങുന്നുണ്ട്. 3 പേരെയും കൂടി ചേർന്ന് പറയുന്നതാണ് മിശ്രബന്ധു. ആരൊക്കെയാണ്? ശ്യാം ബിഹാരി, ഗണേഷ് ബിഹാരി, ശുകദേവ് ബിഹാരി. അപ്പോൾ ഇവർ 3 ആളാണ് മിശ്രബന്ധു കേട്ടോ. അത് പ്രത്യേകം പഠിച്ചു വെക്കണം. ശ്യാം ബിഹാരി, ഗണേഷ് ബിഹാരി, ശുകദേവ് ബിഹാരി. ഇവരുടെ രചനയാണ് മിശ്രബന്ധു വിനോദ്. ഇതിലാണ് കാൽവിഭാജനം ചെയ്തിട്ടുള്ളത്. മിശ്രബന്ധു വിനോദാണ് രചന. മിശ്രബന്ധു ആരൊക്കെയാണ്? ശ്യാം ബിഹാരി, ഗണേഷ് ബിഹാരി, ശുകദേവ് ബിഹാരി. കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇവരുടെ കാൽവിഭാജനം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. വിക്രമി സംവദിലാണ് മിശ്രബന്ധുവിന് കാൽവിഭാജനം ചെയ്തിട്ടുള്ളത് കേട്ടോ. മിശ്രബന്ധു കാൽവിഭാജനം ചെയ്തിട്ടുള്ളത് വിക്രമി സംവദിലാണ് കേട്ടോ. ഫസ്റ്റ് ആരംഭിക്കാൽ. ഒന്നാമത്തെ കാൽവിഭാജനം ആരംഭിക്കാലാണ്. 2 മാധ്യമിക്കാൽ, 3 അലങ്കൃതകാൽ, 4 പരിവർത്തൻകാൽ, 5 വർത്തമാൻകാൽ. അപ്പോൾ ആരംഭിക്കാൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യകാലല്ലേ, ആദ്യകാലത്തെ മിശ്രബന്ധു വിളിച്ചിട്ടുള്ളത് ആരംഭിക്കാൽ എന്ന പേര് കൊടുത്താണ്. മാധ്യമിക്കാൽ എന്ന് പറയുമ്പോൾ ഭക്തികാലാണ്. ഭക്തികാലത്തെ വിളിച്ചത് എന്താണ്? മാധ്യമിക്കാൽ എന്നാണ്. അലങ്കൃതകാൽ എന്ന് പറയുമ്പോൾ രീതികാലാണ്. രീതികാലത്തെയാണ് അലങ്കൃതകാലെന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ അങ്ങനെ വരും. ക്യാ നാം ദിയ മിശ്രബന്ധുവിനെ ക്യാ നാം ദിയ എന്നൊക്കെ ചോദിക്കും. ആദ്യകാലക്കോ ക്യാ നാം ദിയ എന്ന് ചോദിച്ചാൽ ആരംഭിക്കാലെന്ന് പറയണം. പിന്നെ രീതികാലക്കോ ക്യാ നാം ദിയ എന്ന് ചോദിച്ചാൽ അലങ്കൃതകാലെന്ന് പറയണം. അതിനാണ് നമ്മൾ ഈ കാൽവിഭാജനം പഠിക്കുന്നത്. അപ്പോൾ മിശ്രബന്ധു 5ആയിട്ടാണ് കാൽവിഭാജനം ചെയ്തിട്ടുള്ളത്. ആരംഭിക്കാൽ, മാധ്യമിക്കാൽ, അലങ്കൃതകാൽ, പരിവർത്തൻകാൽ, വർത്തമാൻകാൽ. ഇത്രയും നമ്മൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഡിവിഷൻസ് വരുന്നുണ്ട്, പക്ഷേ ഡിവിഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ കാൽവിഭാജനം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് രാമചന്ദ്ര ശുക്ലിൻ്റെ കാൽവിഭാജനം പഠിക്കാം. അപ്പോൾ ഓരോരാളെ കാൽവിഭാജനം പഠിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ മിശ്രബന്ധുവിൻ്റെ കാൽവിഭാജനം പഠിച്ചു വെക്കുക. ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് അത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദം.